പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ദിലീപ് അംഗമായിരുന്നതിൽ ഒന്ന് താരസംഘടനയാണ്, മറ്റൊന്ന് നിർമ്മാതാക്കളുടെ സംഘടന. ദിലീപ് സിനിമകൾ നിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറ്റൊന്ന് വിതരണക്കാരുടെ ഇതാണ്, തിയേറ്റർ ഉടമകളുടെ സംഘടനയാണ്. അങ്ങനെ ഒരു സർവാധിപത്യം എന്നത് ദിലീപിന്റെ ഭാഗത്ത് നിന്ന് സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സംഘടനകളിൽ നിന്നാണ് ദിലീപ് പുറത്താക്കപ്പെടുകയോ അതല്ല എങ്കിൽ ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ സ്വയം പുറത്താവുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്തെ ഒരു കോടതി, അതായത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്നു എന്ന് പറയുമ്പോൾ നിലവിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ളതാണ്. ഒന്നുകിൽ ഈ വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്യണം, അതല്ല എങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു വിധി ദിലീപിനെതിരെ വരണം. അതുവരെ ദിലീപ് കുറ്റക്കാരൻ എന്ന് സാങ്കേതികമായി പറയുക വയ്യ. നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ദിലീപ് കുറ്റക്കാരനാണ് എന്നും അല്ല എന്നും പറയുന്ന രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാകാം. അതൊന്നും പക്ഷേ ഈ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം കാര്യമാകുന്ന ഒന്നല്ല. അതിന്റെ സൂചനകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. കാരണം ഈ നിർമ്മാതാക്കളുടെ സംഘടന ഒക്കെ ദിലീപ് ആവശ്യപ്പെട്ടാൽ ദിലീപിന് തിരികെ എടുക്കാം എന്ന നിലയിലുള്ള പ്രതികരണം ആണ് നടത്തിയിട്ടുള്ളത്. കൂടുതൽ സംഘടനകൾ അങ്ങനെ ദിലീപിന് പിന്തുണയുമായി വരുമോ എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത്. ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ അല്പസമയത്തിനകം ചേരും എന്നുള്ളതാണ്. ഇത് ഹരിയിലേക്ക് പോകുമ്പോൾ, ഹരി, വളരെ പ്രധാനപ്പെട്ടത് ഈ നടിയെ ആക്രമിക്കപ്പെട്ട കാലഘട്ടം നമുക്കറിയാം, 2017 ഫെബ്രുവരി 17. ആ സമയത്ത് ദിലീപ് ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. സിനിമയുടെ സമസ്ത മേഖലകളിലും ദിലീപ് കൈവച്ചിരുന്ന സമയമാണ്. അവിടെയാണ് വലിയൊരു പതനം ഉണ്ടായത്. അങ്ങനെയുള്ള ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് തിരിച്ചു വരണം എന്ന ഒരാഗ്രഹം സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. അതിനുള്ള ശ്രമങ്ങൾ നടക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലല്ലോ. എങ്ങനെയാണ് ഈ സിനിമാ ലോകത്ത് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുമ്പോൾ അത് പ്രതിഫലിക്കാൻ സാധ്യത? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് കുറ്റവിമുക്തനാകുമ്പോഴേക്കും 2017 ഫെബ്രുവരി 17 മുന്നേ വരെ ദിലീപ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള കാര്യമാണ്. ഫിയോക് എന്ന സംഘടനയുടെ തലവൻ, നിർമ്മാതാക്കളുടെ സംഘടനയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ, അമ്മയുടെ ട്രഷറർ കൂടിയായിരുന്നു ദിലീപ്, ഫെഫ്കയിൽ എല്ലാം അങ്ങനെ പല സംഘടനകളിലും ദിലീപിൻ്റെ കയ്യൊപ്പ് പല സംഘടനകളായി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നോക്കിക്കേ, കുറ്റവിമുക്തനായി എന്ന് വിധി വന്നതിന് പിന്നാലെ തന്നെ ഓരോ സംഘടനകൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് ബി രാകേഷ് പറയുന്നു ദിലീപിനെ തിരിച്ചെടുക്കുന്നതിൽ ഇനി വലിയ തടസ്സമുണ്ടാകില്ല, ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണനും അതേ കാര്യം തന്നെ പറയുന്നു. അമ്മ അസോസിയേഷനിൽ നിന്ന് ലക്ഷ്മിപ്രിയയും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ദിലീപ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ലക്ഷ്മിപ്രിയ കൂട്ടിവായിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അമ്മ സംഘടനയിലേക്ക് തിരികെ എത്തുമോ എന്ന കാര്യത്തിൽ ജനറൽ ബോഡി മീറ്റിംഗിൽ കൂടിയാൽ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. പക്ഷേ അമ്മയിലേക്കുള്ള വാതിലുകൾ ദിലീപിന് തുറന്നിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴേക്കും ദിലീപിനെ തിരികെ എല്ലാ സംഘടനകളും സ്വീകരിക്കുകയും അതോടൊപ്പം ദിലീപിനെ എല്ലാ സംഘടനയിലേക്കും അവിടെ ഹരി, ഞാനൊരു സംശയമായി ഉന്നയിക്കുന്നത്, അതായത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, അതായത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പെട്ടവർക്ക് ഇതിൽ ഭിന്നാഭിപ്രായമുണ്ട്. അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നതിൽ തുല്യമായ നിലപാട്, അല്ലെങ്കിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ ദിലീപുമായി ബന്ധപ്പെട്ട് അതിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഒരു വിഭാഗം ദിലീപ് കുറ്റക്കാരനാണ് എന്ന് പറയുന്നു, ദിലീപ് കുറ്റക്കാരനല്ല എന്ന മറുഭാഗമൊക്കെയുണ്ട്. ഈ അമ്മയ്ക്കുള്ളിൽ ഇതിലൊരു അഭിപ്രായ സമന്വയമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? കാരണം അമ്മ ഒരു പുരുഷാധിപത്യ സ്വഭാവം പ്രകടിപ്പിക്കുന്നുവെന്ന് അതിനുള്ളിലെ സ്ത്രീകൾക്ക് ആക്ഷേപമുണ്ട്. അങ്ങനെയാണല്ലോ വനിതകളുടെ ഒരു സംഘടന തന്നെ രൂപീകരിക്കപ്പെടുന്നത്. ദിലീപ് തിരികെ എത്തിയാൽ അമ്മയ്ക്കുള്ളിൽ ഒരു ഭിന്നതയ്ക്കുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ടോ? അതിനപ്പുറത്ത് അമ്മ ഇപ്പോൾ ഏതാണ്ട് ദിലീപ് കുറ്റവിമുക്തനായി തിരികെ എത്തിയാൽ സ്വീകരിക്കാമെന്നൊരു പൊതു നിലപാടാണോ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെ ഒരു പൊതു നിലപാടിലേക്ക് കടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം അഭിലാഷ്. കാരണം സംഭവം ഞാൻ ചോദിക്കാൻ കാരണം ഇതിന്റെ തലപ്പത്തൊക്കെ ഇപ്പോൾ കൂടുതൽ വനിതകളുണ്ടല്ലോ, അതുകൊണ്ട് കൂടിയാണ്. അല്ല, തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം ശ്വേതാ മേനോൻ നയിക്കുന്ന അമ്മ സംഘടന ആയിരുന്നില്ല. ഇപ്പോൾ 2017 മുന്നേയൊക്കെ അവിടെയുള്ള താരങ്ങൾ പോലും പറഞ്ഞിരുന്നത് ക്ലബ്ബ് പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു താര സംഘടനയായിരുന്നു അമ്മ എന്നുള്ളത്. അവർ തീരുമാനിക്കും തലപ്പത്ത് ആരുണ്ടാകുമെന്നത്. അതിനുശേഷം കൃത്യമായൊരു വോട്ടിങ്ങിലൂടെ മുന്നോട്ട് വരുന്നു, ഒരു വനിതാ കാൻഡിഡേറ്റ് തന്നെ വരുന്ന ഒരു കാഴ്ച കാണുന്നു. ഇതിനെല്ലാം തുടക്കം കുറിച്ചതെല്ലാം തന്നെ ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണെന്നത് ഇവിടെ ആർക്കും തർക്കമില്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല 2025 ഈ അമ്മ സംഘടന എന്നതും കൂടി സൂചിപ്പിക്കട്ടെ. ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ദിലീപ് കുറ്റവിമുക്തനാകുമ്പോൾ അവിടെ ഉള്ളിൽ ഇപ്പോൾ ജനറൽ ബോഡിയിൽ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എന്താകുമെന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും ദിലീപിനൊരു ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് എന്നൊരു സാധനമുണ്ട്. അപ്പോൾ ദിലീപ് കുറ്റവിമുക്തനായി തന്നെ തെളിയിക്കപ്പെട്ട് കോടതിയിൽ നിന്നും ഇറങ്ങി വരുമ്പോഴേക്കും ദിലീപ് ഇതിൽ കുറ്റം ചെയ്തിട്ടില്ല എന്നത് തന്നെയാണല്ലോ അഡീഷണൽ സെഷൻസ് കോടതിയിലെ വിധിയിൽ നിന്നും വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക്
മേഖലയിലേക്ക് മറ്റ് സംഘടനകൾ സ്വീകരിക്കാനുള്ള നിലപാടുകൾ അറിയിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്തുകൊണ്ട് സംഘടനയിൽ തിരിച്ചെടുത്തുകൂടാ എന്ന ചോദ്യം വരുമ്പോഴേക്കും ഇതിനകത്ത് വീണ്ടും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം, ഇനിയും അപ്പീലുമായി സർക്കാർ ഉൾപ്പെടെ ഹൈക്കോടതിയിലേക്ക് നീങ്ങുമ്പോഴേക്കും ആ വിധി വരട്ടെ, അല്ലെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ, ഇപ്പോൾ ഹൈക്കോടതി ഈ വിധി സ്റ്റേ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഒന്നും അറിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ അഡീഷണൽ സെഷൻസ് കോടതിയിലെ വിധി പ്രകാരം മാത്രം സംഘടനകൾ ദിലീപിനെ വീണ്ടും തിരിച്ചെടുക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അഭിലാഷ്. കാരണം ഈ സംഘടനകൾ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ, ഇന്നലെ തന്നെ വിധി പുലർച്ചെ 11 മണിയോടുകൂടി വരുന്നു. ഉച്ചയോടുകൂടി തന്നെ സംഘടനയിലുള്ള പലരും ദിലീപിനെ തിരികെ എത്തിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണെന്ന് കൂടെ പറയുന്നു. അവിടെ ഒരു കാര്യം കൂടി, ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരു ഭൂരിപക്ഷം മെജോറിറ്റി ദിലീപിനൊപ്പമാണ് എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാമല്ലോ, ഈ നിർമ്മാതാക്കളുടെ സംഘടനയാകട്ടെ അതിലൊക്കെയും സ്ത്രീ വിരുദ്ധത എന്നൊരു പൊതു സമീപനമുണ്ട് സിനിമാ പ്രവർത്തകർക്ക് എന്നത് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയുള്ളവർ പറയുന്നതാണ്. ഇപ്പോൾ സാന്ദ്ര തോമസിനുള്ളവർ പോലെയുള്ളവർ വലിയ വിമർശനമൊക്കെയാണല്ലോ ഉന്നയിച്ചു വരുന്നത്. അവിടെയാണ് ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു, അതാ സമാനതകളില്ലാത്ത, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണം, ഒരു ബലാത്സംഗ കൊട്ടേഷൻ എന്നതൊക്കെ മലയാളികൾ ആദ്യമായി കേൾക്കുന്നു, ലോകം തന്നെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുക. അപ്പോൾ അങ്ങനെ ആരോപണം നേരിടുന്ന ഒരാൾ കീഴ്ക്കോടതിയിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ആണ് ഇതിലേക്കൊക്കെ തിരികെ എത്തുന്നത് എന്ന് പറയുമ്പോൾ അവിടെയും ചില അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യത ഇല്ലേ ഹരി? തീർച്ചയായും അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മെയിൽ ഡോമിനൻസ് തന്നെയാണ് സിനിമാ മേഖലയിൽ എന്ന കാര്യത്തിലും ഇപ്പോൾ തർക്കമില്ല. ഇപ്പോൾ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സാൻഡ്ര തോമസ് ഉൾപ്പെടെ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. അവരെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് അപമാനിതയാക്കിപ്പെട്ട കാഴ്ചകളും നമ്മൾ കണ്ടതാണ്. ഒരു കാൻഡിഡേറ്റ് നൽകാൻ വേണ്ടിയിട്ട്, മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ പോലും എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഈ നടക്കുന്ന പ്രവണതകൾക്കൊക്കെ പിന്നിൽ നടക്കുമ്പോൾ പോലും ഓർക്കുക, ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലാവട്ടെ ഫിയോക്കിലാവട്ടെ ഇതിൻ്റെയൊക്കെ തലപ്പത്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ദിലീപ്. ആ തലപ്പത്ത് ദിലീപ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന തലപ്പത്തിരിക്കുന്നവർ തന്നെയാണ് ഇപ്പോഴും അതിൽ തുടരുന്നത് എന്നതിൽ തർക്കമൊന്നുമില്ല. അമ്മ സംഘടന മാത്രമാണ് ആ തലപ്പത്തിൽ നിന്നും മാറി ഒരു വനിതാ പ്രസിഡന്റ് വരികയും ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയും വരുന്നത്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലാവട്ടെ ഫിയോക്കിലാവട്ടെ അങ്ങനെയുള്ള സംഘടനകളിലൊക്കെ തന്നെ ദിലീപ് ഉണ്ടായിരുന്ന സമയത്ത് തലപ്പത്ത് ആരൊക്കെയാണോ ഇരുന്നത് അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പി ഉണ്ണികൃഷ്ണൻ ഫെഫ്കയിൽ നിന്ന് സംസാരിക്കുന്നതായിട്ടെ, അല്ലെങ്കിൽ ഫിയോക്കിൽ നിന്ന് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ KFP ഉൾപ്പെടെയുള്ള സംഘടനകൾ സംസാരിക്കുമ്പോൾ ഇതേ ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്നത് നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇവർ പരസ്യമായി എപ്പോഴും പ്രതികരിക്കുന്നത്. ദിലീപ് കുറ്റവിമുക്തനായി, അതുകൊണ്ട് ഞങ്ങൾക്ക് തിരികെ എടുക്കുന്നതിൽ കുഴപ്പമില്ല, ഉടനെ തന്നെ അതിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വി രാകേഷ് ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ പോലും അത് വ്യക്തമാണ്. അതായത് ഇവർ കാത്തിരിക്കുകയായിരുന്നു ദിലീപ് കുറ്റവിമുക്തനായി വരാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദിലീപിന് അനുകൂലമായ ഒരു വിധി വരാൻ, എന്നിട്ട് വേണം സംഘടനയിലേക്ക് തിരിച്ചെടുക്കാൻ. കാരണം പിന്നെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. കാരണം ക്ലീൻ ചിറ്റ് കിട്ടിയ ഒരു താരത്തിന് സ്വാഭാവികമായിട്ട് തിരികെ എടുക്കുന്നതിൽ അഭിപ്രായ ഭിന്നത കൊണ്ടുവന്നാൽ പോലും ഈ കോടതി വിധി അവർക്ക് മുന്നിലുണ്ട് എന്ന് കാണിക്കാം. അതിലേക്ക് വേണ്ടി തന്നെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താനും വളരെ വേഗത്തിൽ ഒന്ന് ആലോചിക്കും. 11 മണിക്ക് വിധി വരുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും ഉച്ചയോടുകൂടി തന്നെ സംഘടനകളെ പ്രധാനപ്പെട്ട താരങ്ങൾ ഈ ഒരു നിലപാട് എടുക്കണമെങ്കിൽ അത്രയും നാൾ അവർ കാത്തിരിക്കുകയായിരുന്നു ദിലീപിനെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരാൻ. കാരണം സൊസൈറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു വിപരീത അഭിപ്രായം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. വരും നാളുകളിൽ ദിലീപിനെ ഈ സംഘടനയിലേക്ക് തന്നെ തിരിച്ചെടുത്താലും അതിൽ അത്ഭുതമൊന്നുമില്ല. ഇനി അതിനുള്ള സാധ്യതയാണ് ഹരികൃഷ്ണൻ പങ്കുവയ്ക്കുന്നത്. അതായത് ദിലീപ് ശക്തനായിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പതനം ഉണ്ടാകുന്നത് എങ്കിൽ അതിലേറെ ശക്തിയോടെ ഇൻഡസ്ട്രിയിലേക്ക് തിരികെ വരുവാനുള്ള ശ്രമം ദിലീപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അതിന് താരസംഘടനകളും അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ഇതര സംഘടനകളും പച്ചക്കൊടി കാണിക്കുവാനുള്ള സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കേണ്ടത്.